ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുരുമ്പ് പിടിച്ച ഇരുമ്പ് പാത്രങ്ങൾ എങ്ങനെ മയപ്പെടുത്തിയെടുക്കാം അഥവാ സീസൺ ചെയ്തെടുക്കാമെന്നും അതുപോലെ പുതിയത് വാങ്ങിയ പാത്രങ്ങൾ എങ്ങനെ മയപ്പെടുത്തിയെടുക്കാമെന്നും നമ്മൾ മയപ്പെടുത്തിയെടുത്ത പാത്രങ്ങൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാമെന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇരുമ്പ് പാത്രങ്ങൾ പാകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. ഇതൊരു ഇരുമ്പ് പാത്രമാണ്. ഇത് ഞാൻ കടുക് വറുക്കാൻ ഇത് മേടിച്ചപ്പോൾ തൊട്ട് എന്നും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കളറിലാണ് കിട്ടിയേക്കുന്നത്. എന്നും കടുക് പൊട്ടിച്ചിടാനും പിന്നെ പൂരിയും അതുപോലെ തന്നെ പപ്പടം കാച്ചാനും ഒക്കെ ഞാൻ ഈ പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപയോഗിക്കും തോറും നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പാത്രങ്ങൾ ഒന്നായി മാറിയിട്ടുണ്ട് ഈ കുഞ്ഞു പാത്രം. ഇത് നന്നായിട്ട് തുരുമ്പ് പിടിച്ച ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് സീസൺ ചെയ്ത് നമുക്ക് കാണാം. ഞാൻ ഈ പാത്രം മേടിച്ച് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാതെ ഇരുന്ന് അത് ഒത്തിരി തുരുമ്പായി മാറിയതാണ്. നമ്മൾ ഉപയോഗിച്ചില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കും. ഇനി ആദ്യമേ നമുക്ക് ഈ പാത്രം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് 2-3 വട്ടമെങ്കിലും കഴുകണം, എന്നാലാണ് നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ, അല്ലെങ്കിൽ ചകിരിയോ ഉപയോഗിച്ച് കഴുകണം, എന്നാലേ പോവുള്ളൂ. നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഇടയ്ക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കണം. ഈ കഞ്ഞിവെള്ളത്തിൽ കൂടെ അതിൻ്റെ തുരുമ്പൊക്കെ കുറേയൊക്കെ പൊക്കോളും. നന്നായിട്ടിപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു ദിവസം ഇത് മാറ്റി വയ്ക്കാം. ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം അങ്ങ് മാറ്റി. ഇനി നമുക്ക് ഈ ചട്ടി നന്നായിട്ട് തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച്, ഞാനിപ്പോൾ വിമ്മിൻ്റെ ബാർ ഉപയോഗിച്ചാണ് കഴുകുന്നത്. നന്നായിട്ട് തന്നെ കഴുകണം. നന്നായി കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കൈവശമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താലും മതി. രണ്ട് സൈഡിലും ചട്ടിയുടെ ബാക്ക് സൈഡിലും നമുക്ക് നന്നായിട്ടൊന്ന് തടവിയെടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് അത്യാവശ്യം തുരുമ്പുള്ളതുകൊണ്ട് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അധികം തുരുമ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഒരു സവോളയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തിപ്പിടിച്ചതിന് ശേഷം ആക്കി കൊടുത്താലും മതി. അതിന് ശേഷം തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നന്നായിട്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വാഴയുടെ ഇലയും തണ്ടും എടുത്തിട്ടുണ്ട്. വാഴയുടെ ഇലയും തണ്ടും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ചട്ടിയുടെ എല്ലാ ഭാഗത്തോടും ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ പാത്രം പെട്ടെന്ന് തന്നെ മയപ്പെട്ട് കിട്ടാൻ നല്ലതാണ്. വാഴയുടെ ഇലയൊക്കെ തണ്ടും കൂടെ നന്നായിട്ട് മുരിച്ചെടുത്താൽ അത്യാവശ്യം പുകയൊക്കെ കയറി വരണം, ആ പരിവാവണം. അതിനുശേഷം തണുത്തതിന് ശേഷം പിന്നെയും ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് പിന്നെയും കുറച്ച് നല്ലെണ്ണയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെടണം. ഞാനൊരു തുണി വെച്ച് നന്നായിട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലെണ്ണയും കൂടെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെയും ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ആ സവോളയുടെ ഫ്രണ്ട് ഭാഗം കുറച്ച് കട്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. നല്ലൊരു ഗോൾഡൻ കളർ വരെ. ചട്ടി നന്നായിട്ടൊന്ന് പുകയൊക്കെ വരണം. നന്നായിട്ടൊന്ന് പുകഞ്ഞ് വന്നേടം വരെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തും നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു നൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ഇത് നന്നായിട്ട് തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് വിമ്മും കൂടെ ആക്കിയാണ് ഞങ്ങൾ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ലെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലും നാക്കി കൊടുക്കാം. നമുക്ക് ഒന്നുകിൽ ഇത് വെയിലത്ത് വെച്ച് വെയിലുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താലും മതി, അല്ലെങ്കിൽ സ്റ്റൗ ഓണാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്കെടുത്ത് മാറ്റി വെച്ചാൽ മതി.
നമ്മൾ ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ വയ്ക്കണം, അല്ലെങ്കിൽ പിന്നെയും തുരുമ്പ് കയറും. പിന്നെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ നല്ല ബ്ലാക്ക് കളറിലൊക്കെ ആയി പോവും നമ്മുടെ ഫുഡൊക്കെ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിയുള്ള ആഹാരങ്ങൾ, തക്കാളി, അതേപോലെ മോരുകറി ഇങ്ങനെയുള്ളതൊന്നും ആ പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കാതിരിക്കുമായിരിക്കും നല്ലത്. ഞാനൊരു വാഴയുടെ തണ്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം കാണിച്ചു തരാവേ. നന്നായിട്ടൊരു ബ്രഷ് പോലെ നമുക്ക് ഒന്നാക്കി കൊടുക്കാം. നമ്മൾ ദോശ കല്ലിലൊക്കെ ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കൂലേ, ഇരുമ്പ് പാത്രങ്ങളിലൊക്കെ, അന്നേരം നന്നായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഈ ഇതിലോട്ടാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കാമെന്നുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. ബ്രഷ് പോലെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. എന്നിട്ട് നമ്മൾ അപ്പത്തിനായാലും ദോശയ്ക്കായാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സൈഡ് റെഡിയാകുമ്പോൾ തിരിച്ചിടാൻ എളുപ്പമായിരിക്കും. നമുക്ക് അപ്പത്തിന് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണ്ടത് സിമ്പിളായിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ തിരിച്ചിടാൻ സാധിക്കും. അടുത്തത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇത് കണ്ടത് ഞാൻ മരത്തിൻ്റെ ചട്ടകാണ് എടുത്തേക്കണേ, കണ്ടോ. അത് വെച്ച് തന്നെ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. ദോശക്കല്ലിൻ്റെ അടിയിലൊക്കെ പിടിക്കുവാണെങ്കിൽ ഇതവണൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.